ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നും ജ്ഞാനം ദൈവം എന്തുമാത്രം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണെന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജ്ഞാനിയായി ഒരുവനേയുള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയായി ഒരുവനേയുള്ളൂ, അത് ദൈവം. പക്ഷേ കർത്താവിൻ്റെ സൃഷ്ടികളിലെല്ലാം ആ ജ്ഞാനത്തെ അവിടുന്ന് പകർന്നു തന്നിട്ടുണ്ട്. ജ്ഞാനം എന്ന് പറയുമ്പോൾ അവൾ എന്നാണ് നമ്മുടെ ബൈബിളിൽ ഉപയോഗിക്കുന്നത്. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. എല്ലാവർക്കും ഒരേ അളവല്ല ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം, അത് പല അളവിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്ന്. കാരണം 14-ാം വാക്യം പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതായത് കർത്താവിനോടുള്ള ഭക്തി, കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ആ ഭക്തി, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് കൂടുതൽ കൊടുത്തിരിക്കുകയാണ് ജ്ഞാനം. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതായത് കർത്താവിനോടുള്ള സ്നേഹം ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സോളമൻ രാജാവും ജ്ഞാനമാണ് ചോദിച്ചത്. അതിൽ കർത്താവ് വളരെ സന്തോഷിച്ചു, ഇല്ലേ? അതുപോലെ തന്നെ പറയുന്നു, മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. അതായത് മാതൃഗർഭത്തിൽ, ഞാൻ ജെറമിയ 1:5 പറഞ്ഞിരുന്നു, കർത്താവ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ വിശുദ്ധീകരണത്തോട് കൂടി തന്നെ നമുക്ക് ജ്ഞാനവും തന്നിട്ടുണ്ട്. നമ്മൾ കെയർലെസ് ആവുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ പോകുന്നത്. നമ്മൾ അന്ധകാര ശക്തികളിൽ പെട്ടുപോകുമ്പോൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നു പോവുകയാണ്. അതായത് കർത്താവിൻ്റെ ഗുണങ്ങളെല്ലാം, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ആ പരിശുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ വിശുദ്ധീകരണം നടന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജ്ഞാനവും നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്.